ഓം ശാന്തി. 26/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ അനാദിയായ ഡ്രാമ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരാളുടെ പാർട്ട് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ഇത് യഥാർത്ഥമായി മനസ്സിലാക്കി സദാ ഹർഷിതമായിരിക്കണം. ചോദ്യം: ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന് ഏത് യുക്തിയോടെ നിങ്ങൾക്ക് തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഉത്തരം: ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന് ആരോടും നേരിട്ട് പറയാതിരിക്കൂ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ലോകർ പരിഹസിക്കും, വിമർശിക്കും. കാരണം ഇക്കാലത്ത് സ്വയം ഭഗവാനാണ് എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. അതിനാൽ നിങ്ങൾ യുക്തിയോടെ ആദ്യം 2 പിതാവിൻ്റെ പരിചയം നൽകൂ. ഒന്ന് പരിധിയുള്ളത്, രണ്ടാമത്തേത് പരിധിയില്ലാത്ത പിതാവ്. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത പിതാവ് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. അപ്പോൾ മനസ്സിലാക്കും. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. സൃഷ്ടി ഇതുതന്നെയാണ്. മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ബാബയ്ക്കും ഇവിടെ വരേണ്ടി വരുന്നു. മൂലവതനത്തിൽ മനസ്സിലാക്കിക്കപ്പെടുന്നില്ല, സ്ഥൂലവതനത്തിൽ തന്നെയാണ് മനസ്സിലാക്കിക്കപ്പെടുന്നത്. ബാബയ്ക്കറിയാം, കുട്ടികൾ എല്ലാവരും പതീതമാണ്, ഒരു ഉപയോഗവും ഇല്ലാത്തവരായിരിക്കുന്നു. ഈ ലോകത്തിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ നിങ്ങൾ വിഷയസാഗരത്തിൽ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ക്ഷീരസാഗരത്തിലായിരുന്നു. വിഷ്ണുപുരിയെ ക്ഷീരസാഗരം എന്ന് പറയുന്നു. ഇപ്പോൾ ക്ഷീരത്തിൻ്റെ സാഗരം ഇവിടെയായിരിക്കുക സാധ്യമല്ല. അപ്പോൾ കുളം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ പാലിൻ്റെ നദികൾ ഒഴുകുമായിരുന്നു എന്ന് പറയുന്നു. അവിടെയുള്ള പശുക്കളും ഫസ്റ്റ് ക്ലാസും പ്രസിദ്ധവുമാണ്. ഇവിടെയാണെങ്കിൽ മനുഷ്യരും രോഗബാധിതമാകുന്നു. അവിടെയാണെങ്കിൽ പശുക്കൾ പോലും ഒരിക്കലും രോഗബാധിതം ആകുന്നില്ല, ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. മൃഗങ്ങൾക്കും മറ്റും രോഗമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെയും അവിടെയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് ബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ ബാബ വരുന്നു എല്ലാവരെയും തിരികെ കൊണ്ടുപോകുവാൻ. ബാബ പറയുന്നു, ഏതെല്ലാം കുട്ടികളുണ്ടോ, ചിലർ അള്ളാഹുവിനെ, ചിലർ ഗോഡിനെ, ചിലർ ഭഗവാനെ വിളിക്കുന്നു. എനിക്ക് ധാരാളം നാമങ്ങൾ വച്ചിരിക്കുകയാണ്. നല്ലതോ മോശമോ ആയ ഏത് തോന്നുന്നോ ആ നാമം വയ്ക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആര് 5000 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയോ അവർ തന്നെയായിരിക്കും മനസ്സിലാക്കുന്നത്. അതിനാൽ കോടിയിൽ ചിലർ, ആ ചിലരിലും ചിലർ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരാണ്, എങ്ങനെയാണ്, കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നു, അത് കുട്ടികളായി നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും സാകാരത്തിൽ നിന്നല്ല പഠിക്കുന്നത്, നിരാകാരനാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യർ തീർച്ചയായും കുഴങ്ങിപ്പോകും. നിരാകാരൻ മുകളിൽ വസിക്കുന്നു. ആ ഒന്ന് എങ്ങനെ പഠിപ്പിക്കും? നിങ്ങൾ നിരാകാര ആത്മാക്കളും മുകളിൽ വസിക്കുന്നു. പിന്നെ ഈ സിംഹാസനത്തിൽ വരുന്നു. ഈ സിംഹാസനം വിനാശിയാണ്. ആത്മാവ് അകാലമാണ്. അത് ഒരിക്കലും മൃത്യു പ്രാപിക്കുന്നില്ല. ശരീരം മൃത്യു പ്രാപിക്കുന്നു. ഇത് ചൈതന്യ സിംഹാസനമാണ്. അമൃത്സറിലും അകാല സിംഹാസനം ഉണ്ടല്ലോ. ആ സിംഹാസനം തടിയുടേതാണ്. അകാലം ആത്മാവാണ് എന്ന് ആ പാവങ്ങൾക്ക് അറിയില്ല. അതിനെ ഒരിക്കലും കാലൻ ഭക്ഷിക്കുന്നില്ല. അകാലം മൂർത്തിയായ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. അതിനും രഥം വേണമല്ലോ. നിരാകാരനായ ബാബയും മനുഷ്യൻ്റെ രഥം തീർച്ചയായും ആവശ്യമാണ്. കാരണം ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ജ്ഞാനേശ്വരനാണ്. ഇപ്പോൾ ജ്ഞാനേശ്വരൻ എന്ന നാമം ധാരാളം പേർക്കുണ്ട്.
സ്വയം ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കുന്നുവല്ലോ. ഭക്തിയിലെ ശാസ്ത്രങ്ങളുടെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ജ്ഞാനേശ്വരൻ എന്ന പേര് വെപ്പിക്കുന്നു. അതായത് ജ്ഞാനം നൽകുന്ന ഈശ്വരൻ. അത് ജ്ഞാനസാഗരമായിരിക്കണം. ആ ഒന്നിനെ തന്നെയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ അനേകം ഭഗവാന്മാർ ആയി കഴിഞ്ഞു. എപ്പോഴാണോ വളരെയധികം ഗ്ലാനി ഉണ്ടാകുന്നത്, വളരെ ദരിദ്രമാകുന്നത്, ദുഃഖിതരാകുന്നത്, അപ്പോൾ തന്നെയാണ് ബാബ വരുന്നത്. ബാബയെ ദരിദ്രരുടെ നാഥൻ എന്ന് പറയുന്നു. ഒടുവിൽ ദരിദ്രരുടെ നാഥനായ ബാബ വരുന്ന ദിവസം വന്നു ചേർന്നു. കുട്ടികൾക്കും അറിയാം, ബാബ വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അവിടെയാണെങ്കിൽ അളവറ്റ ധനമുണ്ടായിരിക്കും. പൈസ ഒരിക്കലും കണക്കാക്കപ്പെടുന്നില്ല. ഇവിടെ കണക്കെടുക്കുന്നു, ഇത്രയും 10 കോടിയോ 10,000 കോടിയോ ചിലവായി എന്നല്ല. അവിടെ ഈ പേരേ ഇല്ല. അളവറ്റ ധനമുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി, ബാബ നമ്മളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. കുട്ടികൾ തൻ്റെ വീട് മറന്നുപോയി. ഭക്തി മാർഗത്തിൽ തിക്കും തിരക്കും കൊള്ളുന്നു. ഇതിനെ രാത്രി എന്ന് പറയുന്നു. ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭഗവാനെ ആർക്കും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഭഗവാൻ വന്നിരിക്കുകയാണ്. ഇതും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നിശ്ചയവുമുണ്ട്. എല്ലാവർക്കും ഉറച്ച നിശ്ചയമുണ്ട് എന്നല്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് മായ മറപ്പിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, ആശ്ചര്യപൂർവം എന്നെ കാണുന്നു, എൻ്റേതാകുന്നു, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. അഹോ മായ, നീ എത്ര ബലവാനാണ്. എന്നിട്ടും ഓടിപ്പോകുന്നവർ ആക്കി മാറ്റുന്നു. അനേകം പേർ ഓടിപ്പോകുന്നവരാകുന്നു, ബന്ധം വേർപെടുത്തുന്നവരാകുന്നു. പിന്നെ അവർ എവിടെ പോയി ജന്മമെടുക്കും? വളരെ നിസ്സാരമായ ജന്മം നേടും. പരീക്ഷയിൽ തോറ്റുപോകുന്നു. ഇത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പരീക്ഷയാണ്. എല്ലാവരും നാരായണനാകും എന്ന് ബാബ പറയില്ല. അങ്ങനെയല്ല. ആര് നല്ല പുരുഷാർത്ഥം ചെയ്യുമോ അവർ പദവിയും നല്ലത് നേടും. ബാബ മനസ്സിലാക്കുന്നു ആരാണ് നല്ല പുരുഷാർത്ഥികൾ എന്ന്. അവർ മറ്റുള്ളവരെയും മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. അതായത് ബാബയുടെ തിരിച്ചറിവ് നൽകുന്നു. ഈ കാലത്ത് ഓപ്പോസിഷനിൽ എത്ര മനുഷ്യർ സ്വയം തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ അബലകളായി കരുതുന്നു. ഇപ്പോൾ ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന് അവരെ എങ്ങനെ മനസ്സിലാക്കിക്കും? ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന് നേരിട്ട് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതിനാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെയും യുക്തി ആവശ്യമാണ്. ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന് ആരോടും ഒരിക്കലും പറയാൻ പാടില്ല. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് 2 പിതാവുണ്ട്. ഒന്നാണ് പാരലൗകിക പരിധിയില്ലാത്ത പിതാവ്, രണ്ടാമത്തേത് ലൗകിക പരിധിയുള്ള പിതാവ്. നല്ല രീതിയിൽ പരിചയം നൽകണം. ഈ പറയുന്നത് ശരിയാണ് എന്നവർ മനസ്സിലാക്കട്ടെ. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് എങ്ങനെ ലഭിക്കുന്നു? ഇതാരും അറിയുന്നില്ല. സമ്പത്ത് ലഭിക്കുന്നത് തന്നെ പിതാവിൽ നിന്നാണ്. മനുഷ്യർക്ക് 2 പിതാവുണ്ട് എന്ന് മറ്റാരും ഒരിക്കലും പറയില്ല. നിങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പരിധിയുള്ള ലൗകിക പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്തും പാരലൗകിക പരിധിയില്ലാത്ത പിതാവിൽ നിന്നും പരിധിയില്ലാത്തത്, അതായത് പുതിയ ലോകത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. പുതിയ ലോകമാണ് സ്വർഗം. അതും എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ തന്നെയാണ് വന്ന് നൽകുന്നത്. ആ ബാബ പുതിയ സൃഷ്ടിയെ രചിക്കുന്നവനാണ്. അല്ലാതെ നിങ്ങൾ ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. കൂടുതൽ വിമർശിക്കും, കേൾക്കുകയേയില്ല. സത്യയുഗത്തിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതില്ല. മനസ്സിലാക്കിക്കേണ്ടി വരുന്നത് ബാബ വന്ന് ശിക്ഷണം നൽകുമ്പോഴാണ്. സുഖത്തിൽ ആരും സ്മരിക്കുന്നില്ല, ദുഃഖത്തിലാണ് എല്ലാവരും സ്മരിക്കുന്നത്. ആ പാരലൗകിക പിതാവിനെ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പറയുന്നത്. ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് ഗൈഡായി പിന്നെ കൊണ്ടുപോകുന്നു തൻ്റെ വീട്ടിൽ, സ്വീറ്റ് ഹോമിൽ.
അതിനെ സ്വീറ്റ് സൈലൻസ് ഹോം എന്ന് പറയും. അവിടെ നമ്മൾ എങ്ങനെ പോകും? ഇത് ആരും അറിയുന്നില്ല. രചയിതാവിനെയോ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മളെ ബാബ നിർവാണധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകും. ഒരാളെ പോലും വിടുകയില്ല. അത് ആത്മാക്കളുടെ വീടാണ്. ഇത് ശരീരത്തിൻ്റെ വീടാണ്. അപ്പോൾ ആദ്യം ബാബയുടെ പരിചയം നൽകണം. ആ ഒന്ന് നിരാകാരനായ പിതാവാണ്. ആ ഒന്നിനെ പരംപിത എന്നും പറയുന്നു. പരംപിത എന്ന വാക്ക് റൈറ്റാണ്, മധുരമാണ്. കേവലം ഭഗവാൻ, ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ സമ്പത്തിൻ്റെ സുഗന്ധം വരുന്നില്ല. നിങ്ങൾ പരംപിതാവിനെ ഓർമ്മിക്കുന്നു, അപ്പോൾ സമ്പത്ത് ലഭിക്കുന്നു. പിതാവാണല്ലോ. സത്യുഗമാണ് സുഖധാമം എന്നതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. സ്വർഗത്തെ ശാന്തിധാമം എന്ന് പറയില്ല. ശാന്തിധാമത്തിൽ ആത്മാക്കൾ വസിക്കുന്നു. ഇത് പൂർണ്ണമായും ഉറപ്പിക്കൂ. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് ഈ വേദശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നതിലൂടെ യാതൊരു പ്രാപ്തിയും ഉണ്ടാകുന്നില്ല. ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് തന്നെ ഭഗവാനെ നേടുന്നതിനു വേണ്ടിയാണ്. ഭഗവാൻ പറയുന്നു, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ എന്നെ ആർക്കും ലഭിക്കുന്നില്ല. എന്നെ ഇവിടെ വിളിക്കുന്നത് തന്നെ വന്ന് ഈ പതീത ലോകത്തെ പാവനമാക്കൂ എന്നാണ്. ഈ കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. കല്ല് ബുദ്ധിയാണല്ലോ. സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കല്ല് ബുദ്ധിയാണ് എന്ന് പറയാറുണ്ടല്ലോ. സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല. പാരസ് ബുദ്ധി, പവിഴ ബുദ്ധിയാക്കുന്നവൻ പരംപിത, പരിധിയില്ലാത്ത പിതാവാണ്. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി പവിഴമാണ്. കാരണം നിങ്ങൾ ബാബയോടൊപ്പമാണ്. പിന്നെ സത്യയുഗത്തിൽ ഒരു ജന്മം കഴിയുമ്പോൾ പോലും ചെറിയൊരു വ്യത്യാസം തീർച്ചയായും ഉണ്ടാകുന്നു. 1250 വർഷത്തിൽ 2 കല കുറയുന്നു. സെക്കൻഡ് ബൈ സെക്കൻഡ് 1250 വർഷത്തിൽ കല കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഈ സമയത്ത് പൂർണ്ണമായും പെർഫെക്റ്റ് ആകുന്നു. നിങ്ങൾ ബാബയെ പോലെ ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖശാന്തിയുടെ സാഗരവുമാകുന്നു എന്നതുകൊണ്ട് എല്ലാ സമ്പത്തും നേടിയെടുക്കുന്നു. ബാബ വരുന്നത് തന്നെ സമ്പത്ത് നൽകുവാനാണ്. ആദ്യം നിങ്ങൾ ശാന്തിധാമത്തിൽ പോകുന്നു, പിന്നെ സുഖധാമത്തിൽ പോകുന്നു. ശാന്തിധാമത്തിൽ ശാന്തി തന്നെയാണ്, പിന്നെ സുഖധാമത്തിൽ പോകുന്നു. അവിടെ അശാന്തിയുടെ അല്പം പോലും കാര്യമില്ല. പിന്നെ താഴെ ഇറങ്ങേണ്ടതുണ്ട്. മിനിറ്റ് ബൈ മിനിറ്റ് നിങ്ങളുടെ അവരോഹണം ഉണ്ടാകുന്നു. പുതിയ ലോകത്തിൽ നിന്നും പഴയതായിക്കൊണ്ടിരിക്കുന്നു. അതിനാലാണ് ബാബ പറഞ്ഞത്, കണക്കെടുക്കൂ. 5000 വർഷത്തിൽ ഇത്ര മാസവും ഇത്ര മണിക്കൂറുമുണ്ട്. അപ്പോൾ മനുഷ്യർ അത്ഭുതപ്പെടട്ടെ. ഈ കണക്ക് മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്യുറേറ്റ് കണക്ക് എഴുതണം. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. മിനിറ്റ് ബൈ മിനിറ്റ് നിമിഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ റീലും റിപ്പീറ്റ് ആകുന്നു. തിരിഞ്ഞ് വീണ്ടും റോൾ ആകുന്നു. വീണ്ടും അതുതന്നെ റിപ്പീറ്റ് ആകുന്നു. ഈ ഹ്യൂജ് റോൾ വളരെ വണ്ടർഫുള്ളാണ്. ഇതിനെ അളക്കുവാനൊന്നും സാധിക്കില്ല. മുഴുവൻ ലോകത്തിൻ്റെയും ഏതൊരു പാർട്ട് നടക്കുന്നു, ആ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലെ ആയിരിക്കില്ല മറ്റൊന്ന്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറ്റത് പരിധിയുള്ള ഡ്രാമയാണ്, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. മുൻപ് നിങ്ങൾ ഇത് അവിനാശി ഡ്രാമയാണ് എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് നടക്കേണ്ടതുണ്ടോ അത് തന്നെ നടക്കുന്നു. പുതിയ കാര്യമല്ല. അനേകം തവണ സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ ഡ്രാമ റിപ്പീറ്റ് ആയി വന്നു. മറ്റാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ആദ്യം ബാബയുടെ പരിചയം നൽകണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ആ ഒന്നിൻ്റെ ഏകനാമമാണ് ശിവൻ. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ അതേ ധർമ്മഗ്ലാനി ഉണ്ടാകുമ്പോഴാണ്. ഇതിനെ ഘോര കലിയുഗം എന്ന് പറയുന്നു. ഇവിടെ വളരെ ദുഃഖമാണ്. ചിലരുണ്ട്, അവർ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള ഘോരമായ കലിയുഗത്തിൽ എങ്ങനെയാണ് പവിത്രമായിരിക്കാൻ സാധിക്കുന്നത്?
പക്ഷേ പാവനമാക്കുന്നവൻ ആരാണ് എന്നത് അവർക്കറിയുകയില്ല. ബാബ തന്നെയാണ് സംഗമത്തിൽ വന്ന് പവിത്ര ലോകം സ്ഥാപിക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും പവിത്രമായി കഴിയുന്നു. ഇവിടെ രണ്ടുപേരും അപവിത്രമാണ്. ഇത് അപവിത്ര ലോകം തന്നെയാണ്. അത് പവിത്ര ലോകമാണ്, സ്വർഗം അഥവാ ഹെവൻ. ഇത് നരകം, ഹെൽ ആണ്. കുട്ടികളായ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കിക്കുന്നതിലും പ്രയത്നമുണ്ട്. ദരിദ്രർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ദിനം പ്രതിദിനം അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയും വലിയ കെട്ടിടവും വേണം, ഇത്രയും കുട്ടികൾ വരും. കാരണം ബാബ ഇപ്പോൾ എവിടെയും പോവുകയില്ല. മുൻപ് ആരെങ്കിലും പറയാതെ പോലും ബാബ സ്വയമേ പോകുമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. തണുപ്പ് സമയത്തും വരേണ്ടി വരും. ഇന്ന സമയത്ത് വരൂ എന്ന് പ്രോഗ്രാം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ തിരക്കുണ്ടാകില്ല. എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സമയത്ത് വരാൻ സാധിക്കില്ല. കുട്ടികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ചെറിയ ചെറിയ കെട്ടിടം കുട്ടികൾ ഉണ്ടാക്കുന്നു. അവിടെയാണെങ്കിൽ അനേകം കൊട്ടാരം ലഭിക്കും. ധനമെല്ലാം മണ്ണിൽ ചേരും എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ധാരാളം പേർ കുഴി കുഴിച്ചും ഉള്ളിൽ വയ്ക്കുന്നു. പിന്നെ ഒന്നുകിൽ കള്ളൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പിന്നെ കുഴിയിൽ തന്നെ ഉള്ളിൽ അവശേഷിക്കുന്നു. പിന്നെ വയൽ കിളയ്ക്കുന്ന സമയത്ത് ധനം പുറത്തു വരുന്നു. ഇപ്പോൾ വിനാശമുണ്ടാകും. എല്ലാം അമർന്നു പോകും. പിന്നെ അവിടെ സർവ്വതും പുതിയത് ലഭിക്കും. രാജാക്കന്മാരുടെ ഇങ്ങനെയുള്ള വളരെയധികം കോട്ടകളുണ്ട്. അവിടെ വളരെയധികം സാധനങ്ങൾ അമർന്നു കിടക്കുന്നു. വലിയ വലിയ വജ്രങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും വരുമാനമുണ്ടാകുന്നു. നിങ്ങൾ സ്വർഗത്തിൽ കുഴിച്ച് ഇങ്ങനെ വജ്രങ്ങളോ മറ്റോ ഒന്നും കണ്ടെടുക്കുകയില്ല. അങ്ങനെയല്ല. അവിടെ ഓരോ വസ്തുവിൻ്റെയും ഖനികളും മറ്റുമെല്ലാം പുതിയതായി നിറയും. ഇവിടെ ഊഷരഭൂമിയാണ്. അപ്പോൾ ശക്തിയേയില്ല. വിത്ത് വിതച്ചാലും അതിൽ ശക്തി അവശേഷിക്കുന്നില്ല. ചപ്പു ചവറുകളും അശുദ്ധ വസ്തുക്കളും ഇടുന്നു. അവിടെയാണെങ്കിൽ അശുദ്ധ വസ്തുവിൻ്റെ പേര് പോലും ഉണ്ടായിരിക്കുന്നില്ല. എവ്രിതിങ് ഈസ് ന്യൂ. എല്ലാം പുതിയതാണ്. സ്വർഗത്തിൻ്റെ സാക്ഷാത്കാരവും പുത്രിമാർ കണ്ടുകൊണ്ടുവരുന്നു. അവിടെയുള്ള ബ്യൂട്ടിയും നാച്ചുറലാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ആ ലോകത്തിൽ പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ സമയത്ത് തന്നെയാണ് ബാബയ്ക്ക് സമാനം പെർഫെക്റ്റായി മുഴുവൻ സമ്പത്തും നേടേണ്ടത്. ബാബയുടെ എല്ലാ ശിക്ഷണങ്ങളും സ്വയം തന്നിൽ ധാരണ ചെയ്ത് ബാബയ്ക്ക് സമാനം ജ്ഞാനത്തിൻ്റെ സാഗരവും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരവുമാകണം. ബുദ്ധിയെ പവിഴമാക്കുന്നതിനായി പഠനത്തിന്മേൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. നിശ്ചയബുദ്ധിയായി മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ പരീക്ഷ പാസ്സാകണം. വരദാനം. നിശ്ചിത വിജയത്തിൻ്റെ ലഹരിയിൽ ഇരുന്ന് ബാബയുടെ കോടി മടങ്ങ് സഹായം പ്രാപ്തമാക്കുന്ന മായാജീത്തായി ഭവിക്കട്ടെ. ബാബയുടെ കോടി മടങ്ങ് സഹായത്തിന് പാത്രമായ കുട്ടികൾ മായയുടെ യുദ്ധത്തെ ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നു. താങ്കളുടെ ജോലിയാണ് വരിക, നമ്മുടെ ജോലിയാണ് വിജയം പ്രാപ്തമാക്കുക. അവർ മായയുടെ സിംഹത്തെ പോലെയുള്ള രൂപത്തെ ഉറുമ്പായി കരുതുന്നു. കാരണം ഇത് അറിയുന്നുണ്ട്, ഇത് മായയുടെ രാജ്യമാണ്, ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. നമ്മൾ അനേകം തവണത്തെ വിജയി ആത്മാക്കളുടെ വിജയം 100% നിശ്ചിതമാണ്. ഈ നിശ്ചിതമാണെന്ന ലഹരി ബാബയുടെ കോടി മടങ്ങ് സഹായത്തിൻ്റെ അധികാരം പ്രാപ്തമാക്കിക്കുന്നു. ഈ ലഹരിയിലൂടെ സഹജമായി തന്നെ മായാജീത്തായി മാറുന്നു. സ്ലോഗൻ. സങ്കല്പശക്തിയെ ശേഖരിച്ച് സ്വയം പ്രതിയും വിശ്വത്തെ പ്രതിയും ഇതിൻ്റെ പ്രയോഗം ചെയ്യൂ. ഓം ശാന്തി.
മെഡിറ്റേഷൻ. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി, സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു. പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.